നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് രേഖ. ഓട്ടോയിലെ മീനുക്കുട്ടി മുതൽ റാംജി റാവു സ്പീക്കിംഗ്, കിഴക്കുണരും പക്ഷി, ദശരഥം തുടങ്ങി രേഖ അനശ്വരമാക്കിയ നായിക വേഷങ്ങൾ ഒരുപിടിയുണ്ട്. പിന്നീട് വിവാഹിതയായതോടെ രേഖ ഇടവേള എടുക്കുകയായിരുന്നു. എന്നാൽ അധിക നാൾ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കാൻ രേഖയ്ക്ക് സാധിച്ചില്ല. തിരികെ വന്ന രേഖ വീണ്ടും മിന്നും പ്രകടനങ്ങളുമായി സജീവമായി മാറി. ഇപ്പോഴത്തെ രേഖയുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. ചിത്രത്തിൽ രേഖ ഗർഭിണിയായിട്ടാണ് കാണപ്പെടുന്നത്. 53-കാരിയായ രേഖ ഗർഭിണിയായോ എന്ന സംശയമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്നത്. നിരവധി പേരാണ് ചിത്രത്തോടൊപ്പം ഗർഭവാർത്തയും പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ചിത്രത്തിന് പിന്നിലെ വസ്തുത മറ്റൊന്നാണ്. രേഖ ഗർഭിണിയല്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രം ഒരു സിനിമയിൽ നിന്നുള്ളതാണ്. മിരിയം മാ എന്ന ചിത്രത്തിൽ രേഖ ഗർഭിണിയായി അഭിനയിക്കുന്നുണ്ട്. ഏഗിൽ ദുരൈ, സ്നേഹ കുമാർ, അനിത സമ്പത്ത് എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു ചിത്രം റിലീസ് ചെയ്തത്. എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയിരുന്നില്ല. ഈ സിനിമയിൽ നിന്നുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. 1996-ലാണ് ബിസിനസ്സുകാരനായ ഹാരിസിനെ വിവാഹം കഴിക്കുന്നത്. ഇരുവർക്കും ഒരു മകളുമുണ്ട്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടാണ് രേഖയെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അധികം വൈകാതെ തന്നെ മോഹൻലാലും അടക്കമുള്ള മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം നായികയായി രേഖയെത്തി. തമിഴിൽ കമൽഹാസൻ അടക്കമുള്ളവരുടെയും നായികയായ രേഖ അക്കാലത്ത് ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു. 1986-ൽ പുറത്തിറങ്ങിയ കടലോര കവിതകൾ ആണ് രേഖയുടെ ആദ്യ സിനിമ. സത്യരാജ് ആയിരുന്നു ചിത്രത്തിലെ നായിക. പിന്നീട് പുന്നകൈ മന്നൻ, എങ്ക ഒരു പാട്ടുകാരൻ, എൻ ബൊമ്മുക്കുട്ടി അമ്മാവുക്ക്, പുരിയാത പുതിർ, ഗുണ, ഓട്ടോ, ഇൻ ഹരിഹരൻ നഗർ, ദശരഥം തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റുകളിൽ രേഖ അഭിനയിച്ചിട്ടുണ്ട്. വിവാഹശേഷം 6 വർഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന രേഖ തിരികെ വരുന്നത് 2002-ലാണ്. ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരികെ വന്ന രേഖ ഇപ്പോൾ സജീവമായി അഭിനയ രംഗത്തുണ്ട്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം രേഖ അഭിനയിക്കുന്നുണ്ട്. റോജാക്കൂട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മടങ്ങിവരവ്. അധികം വൈകാതെ മലയാളത്തിലും രേഖ മടങ്ങിയെത്തി. ഡിയർ ഫ്രണ്ട് ആണ് രേഖയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ. ഗുരുവായൂർ അമ്പലനടയിൽ ആണ് രേഖയുടെ പുതിയ സിനിമ. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. വിപിൻ ദാസ് ആണ് സിനിമയുടെ സംവിധാനം. അതേസമയം മിരിയം മാ ആണ് രേഖയുടെ ഒടുവിലിറങ്ങിയ തമിഴ് സിനിമ. സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലും രേഖ അഭിനയിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് 4-ലും മത്സരാർത്ഥിയായിരുന്നു രേഖ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.